ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. 38 ആനകളിൽ 26 ആനകൾക്കാണ് ചികിത്സ. മദപ്പാടിലുള്ള 12 ആനകൾക്ക് നീരുകാലം കഴിഞ്ഞാലേ ചികിത്സ നൽകാൻ കഴിയും. ലിഷോയ് വിവരങ്ങൾ വേണ്ട. ലിഷോയ് എല്ലാ വർഷവും ഇതേ സമയം ഉള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് അതിനുള്ള ഒരുക്കങ്ങൾ? ഈ മദപ്പാടിൽ പ്രധാനപ്പെട്ട ആനകൾ ഏതെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാണ് വിവരം? ഗുരുവായൂർ നന്ദനാണ് ഇപ്പോൾ മദപ്പാടിലുള്ളത്. ഉൾപ്പെടെ 12 ആനകൾ മദപ്പാടിലാണ് ഉള്ളത്. ഇന്നിപ്പോൾ നല്ല മഴയായിരുന്നു. എല്ലാ വർഷവും ജൂലൈ 1-ാം തീയതി തന്നെയാണ് ഗുരുവായൂർ ആനക്കോട്ടയിൽ ഈ ആനകൾക്കായുള്ള സുഖചികിത്സ ആരംഭിക്കുക. ചിട്ടയായ ഭക്ഷണം, അതുപോലെ തന്നെ കൃത്യമായ വ്യായാമം, മണിക്കൂറുകൾ നീളുന്ന കുളി, കൂടാതെ ആയുർവേദ അലോപ്പതി മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ ചേർത്തുകൊണ്ടുള്ള കൃത്യമായ മരുന്നുകൾ, ഇതെല്ലാം തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അവരുടെ മേൽനോട്ടത്തിലാണ് പാപ്പാന്മാരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാറുള്ളത്. ഏകദേശം 3420 കിലോ അരി, അതിനോടൊപ്പം തന്നെ 1140 കിലോ ചെറുപയർ, റാഗി, കൂടാതെ മഞ്ഞൾപ്പൊടി, ശർക്കര, അഷ്ടചൂർണം, ചവനപ്രാശ്യം, അയൺ ടോണിക്, ധാതുലവണങ്ങൾ എന്നിങ്ങനെ ആനകളുടെ ശരീര സമ്പുഷ്ടിക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ചികിത്സാക്രമങ്ങളും, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണത്തിൻ്റെ ചിട്ടയായ ക്രമങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഈ പുന്നത്തൂർ കോട്ടയിലെ എല്ലാ ഗജവീരന്മാർക്കും കൃത്യമായി അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെയാണ് ആനക്കോട്ടയിലെ ആന ചികിത്സ നടക്കുക.